സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ആഫ്രിക്കയുടെ അനിതര സാധാരണമായ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ട്രംപിന് തന്നെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിലെ അകത്തുള്ളവരും പുറത്തുള്ള ഡയോസ്പാറയും കൂടിയിട്ട് അതിൽ 1731 ആഫ്രിക്കക്കാരൊന്നായിട്ട് ഒരു പെറ്റീഷൻ ഇറക്കി എന്നാണ് പറയുക. വി ദ ആഫ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ ഇറക്കുകയും അതിൽ ആഫ്രിക്കയുടെ 54 രാജ്യങ്ങളിലുള്ള ആഫ്രിക്കയുടെ ഒന്നായിട്ടുള്ള ഒരു പ്രസിഡൻ്റായിട്ട് ഇബ്രാഹിം ടോറെ, അതായത് ബുർക്കിന ഫാസോയിലെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ഒരു സാധാരണക്കാരനെ പോലെ ഇപ്പോഴും പ്രസിഡൻറ്റിൻ്റെ ശമ്പളം വാങ്ങാതെ പണ്ടത്തെ മിലിറ്ററി ക്യാപ്റ്റൻ്റെ അതേ ശമ്പളം വാങ്ങിയിട്ട് സാധാരണ ഒരു കാറിൽ സഞ്ചരിച്ച് സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ഇബ്രാഹിം ടോറയെ പ്രസിഡൻ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മാസ് പെറ്റീഷൻ അവർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അത് പ്രസിഡന്റ് ട്രംപിനും അതേപോലെ ഇത്രയും കാലം പല രീതികളിൽ ആഫ്രിക്കക്കാരെ ചൂഷണം ചെയ്തിരുന്ന, അതായത് നവ ലിബറലിസമെന്നോ നവ കോളനിസമെന്നോ എന്ന് പറഞ്ഞ രീതിയിൽ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും, അതായത് പഴയ കോളനികൾ നിലനിർത്തിയിരുന്ന ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പനായ അമേരിക്കക്കും വലിയ ഒരു പ്രശ്നം തന്നെയാവും എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ അവരൊന്നായിട്ട് ആഫ്രിക്ക ഇപ്പോൾ 54 രാജ്യങ്ങളാക്കി വെട്ടിമുറിച്ചിരിക്കുകയാണ്. അതൊക്കെ തന്നെ അതിൽ ഒരൊറ്റ രാജ്യം, അതായത് എത്യോപ്യ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഈ യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിൽ യൂറോപ്യൻ കൊളോണിയലിസത്തിൽ പൂർണ്ണമായും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിപ്പോൾ പല പുതിയ രീതിയിൽ, അതായത് അവർക്ക് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം പോകേണ്ടി വന്നെങ്കിലും അവർ പുതിയ ഒരു ജനാധിപത്യം എന്ന ഒരു പുതിയ രീതിയിൽ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ജനാധിപത്യമാണ് കേട്ടോ. എപ്പോൾ അവർക്ക് എതിരാവുന്നോ അപ്പോൾ അവർക്കെതിരായി ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള നയങ്ങൾ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്ത ആഫ്രിക്കയിലെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നു. അപ്പോൾ അവരെ പുറത്താക്കി മിലിറ്ററിയും കാരണം എന്താ, മിലിറ്ററി എപ്പോഴും അവരുടെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്ക ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അർത്ഥം. അതുവഴി അവിടെയുള്ള എല്ലാ വളരെ കൂടുതൽ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള, വളരെ കൂടുതൽ ഖനിജങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള, ജീവിക്കാൻ ഏറ്റവും ഉതകുന്ന കാലാവസ്ഥയും മറ്റൊക്കെയുള്ള ആഫ്രിക്ക ഏറ്റവും പാവപ്പെട്ട നിലയിൽ 80% പട്ടിണിക്ക് കീഴിലാണ് ജീവിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഇബ്രാഹിം ടോറെ എന്നത് ഒരു സാധാരണ ബുർക്കിന ഫാസോയിലെ മിലിറ്ററി ക്യാപ്റ്റനായിരുന്നു.
അദ്ദേഹത്തിന് എല്ലാവരും കൂടിയിട്ട് അധികാരത്തിലേറ്റ് അയാളെ പ്രസിഡൻ്റ് ആക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരാളെ മിലിറ്ററി കൂപ്പിലൂടെ പ്രസിഡൻ്റ് ആക്കിയിരുന്നെങ്കിൽ പോലും അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഇസ്ലാമിക് ടെററിസത്തിൻ്റെയും ഇസ്ലാമിക് വർഗീയവാദികളുടെയും ഒക്കെ പിടി കൂടുതൽ വരികയാണ് എന്ന് കണ്ടപ്പോൾ അവരെ പുറത്താക്കിയിട്ടാണ് ഇബ്രാഹിം ട്രോറെ കയറിയത്. അതുകൊണ്ട് തന്നെ അയാൾ വളരെ ബോൾഡാണ്, അതായത് ധീരനാണ്, സെൽഫ് സഫിഷ്യൻ്റായിട്ട് മോഡറേറ്റായിട്ട് ബോൾഡ് വിഷനും അതേപോലെ തന്നെ ഡെഡിക്കേഷനുള്ള ഒരാളാണ്. അയാൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന തോമസ് സങ്കാറയുടെ അവതാരമായിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഒരു അവതാരം പോലെ തന്നെ പറയാവുന്നതാണ്. അതായത് സാധാരണക്കാരൻ്റെ വിമോചകനായിട്ട് പുതുതായിട്ട് 21-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കക്കാരെ മോചിപ്പിക്കാനായിട്ട് വന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഡീകോളനൈസേഷൻ ശരിക്കും നടക്കുന്നു. മാത്രമല്ല ഫ്രാൻസിൻ്റെ അവിടെ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും മിലിറ്ററിയോട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. മാത്രമല്ല അവർക്ക് അവരുടെ കൂടുതൽ സൗഹൃദമുള്ള റഷ്യയുടെ സഹായം തേടി. മാത്രമല്ല അവിടെയുള്ള റിസോഴ്സസൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അവരവിടെയുള്ള എന്തിന് ഇലക്ട്രിക് കാറുകൾ പോലും ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അർത്ഥം. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന തക്കാളിയുടെ സിറപ്പ് ഉണ്ടാക്കി അവരൊന്നായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ വെറും 2 കൊല്ലം കൊണ്ട് വളരെ ഒരു മാജിക്കലായിട്ടുള്ള മാറ്റം വരുത്താനുള്ള കഴിവുണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ അദ്ദേഹത്തിന് ഈ ആകപ്പാടെ ജനങ്ങളുടെ ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ജനതയുടെ ഒന്നായിട്ടുള്ള ലീഡറായിട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനും അദ്ദേഹത്തിനോട് അപേക്ഷിക്കാനും കാരണമായത് എന്നർത്ഥം. എന്തായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ പറയുകയാണെങ്കിലും അവിടെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണെങ്കിലും അവരുടെ കോളനി മാസ്റ്റർമാരുടെ ഒരു പപ്പറ്റായിട്ട് കോളനി മാസ്റ്റർമാരും പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒപ്പുവെച്ച് അവിടെയുള്ള റിസോഴ്സസും അവിടെയുള്ള സമ്പത്തും കൊള്ളയടിക്കാനായിട്ട് കൂട്ടുനിൽക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് വലിയ വലിയ മണിമാളികകളും സൗധങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും വിദേശങ്ങളിൽ സ്വരൂപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിലുള്ള നേതാക്കൾക്കൊക്കെ ഉള്ളത്. അങ്ങനെ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ തന്നെ അവരെ വളരെ പെട്ടെന്ന് തന്നെ അവരെ ഇല്ലാതാക്കാനും അവരെ നശിപ്പിക്കാനും അവർക്കിഷ്ടമുള്ള പപ്പറ്റുകളെ അവർക്കിഷ്ടമുള്ള അവർക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്താൻ സൗകര്യമുള്ള ആൾക്കാരെ അവർ രണ്ടാമത് അവരോധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് തോമസ് സങ്കാറ, പാട്രിസ് ലുമുമ്പ കോങ്കോയിൽ, അതേപോലെ ക്വാമി നക്രൂമ, ഇവരൊക്കെ തന്നെ ആ നാട്ടുകാരുടെ അവസ്ഥ, അവരുടെ ദൈനംദിന പ്രശ്നങ്ങളും അവരുടെ പട്ടിണിയും മാറ്റാനായിട്ട് ശ്രമിച്ചവരും അവിടെ പ്രത്യേകിച്ച് തോമസ് സങ്കാരയൊക്കെ അവിടെ ആദ്യമായിട്ട് ഭൂമി നാഷണലൈസ് ചെയ്യുകയും അത് പരമാവധി വിതരണം ചെയ്യുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ അതിനൊക്കെ ഒരു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരെയൊക്കെ തന്നെ അവരുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഇപ്പോൾ നമ്മൾ
ഇന്ത്യയിലുണ്ടായ പോലെ ഇന്ത്യയിലും സിറാജ് ദൗളയെ മിർജാഫർ തകർത്ത പോലെ അതേ രീതിയിൽ അവരുടെ കങ്കാളികളെ കൊണ്ട് അവരുടെ സ്പൈസിനെ കൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ നശിപ്പിക്കുക. അങ്ങനെ അവരുടെ ഹെഗമണി അല്ലെങ്കിൽ അവരുടെ ആധിപത്യം അവരുടെ ഇഷ്ടമുള്ള രീതിയിലുള്ള പ്ലണ്ടർ, അതായത് ഈ ചൂഷണം നിലനിർത്തുക എന്നുള്ളതാണ് നടക്കുന്നത്. എന്നാൽ ഇതിന് ഒരിക്കലും ഒരു രീതിയിലും വഴങ്ങാതെ ഇബ്രാഹിം ട്രോറെ പുതിയ ഒരു വിഷൻ അല്ലെങ്കിൽ പുതിയ ഒരു സമീപനം സ്വീകരിക്കുകയും അദ്ദേഹം വളരെ കറേജോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ട്രോറയ്ക്ക് വളരെ ആഫ്രിക്കയിലുള്ള ആഫ്രിക്കൻ ജനതയുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു പിന്തുണയും ആശംസയും അദ്ദേഹത്തിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹമുണ്ട് എന്നതാണ് ഈ കഴിഞ്ഞ ഇത് തെളിയിക്കുന്നതർത്ഥം. എന്തായാലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആഫ്രിക്കയുടെ ഏറ്റവും സമ്പന്നമായ രാജ്യമായ റിസോഴ്സസ് ഉള്ള ആഫ്രിക്കയുടെ യൂണിറ്റിക്ക് തടസ്സമായി നിൽക്കുന്നത് ഡിവൈഡഡ് ലീഡർഷിപ്പാണ്. മാത്രമല്ല ഈ ലീഡർഷിപ്പിനൊക്കെ തന്നെ അവരുടെ മുൻ കോളനി യജമാനന്മാരോട് ഇപ്പോഴും ബന്ധം നിലനിർത്തുകയാണ്. ആ കോളനി യജമാനന്മാർ അവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ മിലിറ്ററിയെ നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ എല്ലാ രീതിയിലും. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയ കാരണം അവരുടെ ഈ ലീഡേഴ്സിൻ്റെ ഒക്കെ ഗ്രീഡാണ്. അവർ പരമാവധി സമ്പത്ത് കൈക്കലാക്കുക, അത് മറ്റ് രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ സ്ഥാപിക്കുക, അത് ബാങ്ക് അക്കൗണ്ട് മറ്റുള്ളതൊക്കെ എന്നുള്ളതാണ് എന്തായാലും അതിൽ നിന്ന് മാറി ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ ജനത ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു സിംഗിൾ കറൻസി, സിംഗിൾ ഫ്ലാഗ്, അതേപോലെ തന്നെ ഈ ബോർഡറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നായിട്ട് ആഫ്രിക്ക നിലനിൽക്കണം എന്ന രീതിയിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് അടുത്ത രാജ്യത്തേക്ക് പോകാൻ ഭയങ്കര പ്രയാസമാണ്. അതൊക്കെ ഈ കോളനി യജമാനന്മാർ ഉണ്ടാക്കി വെച്ച അതേ നിയമം തന്നെയാണ് നടത്തുന്നത്. നമുക്ക് പിന്നെ തൊട്ടടുത്ത അല്ലെങ്കിൽ ഒരു യൂറോപ്യന് ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ ഒന്നായിട്ട് സഞ്ചരിക്കാൻ ഒരു പ്രയാസമില്ല. നേരെ മറിച്ച് ആഫ്രിക്കക്കാരന് അടുത്ത രാജ്യത്ത് പോകാൻ ഭയങ്കര പ്രയാസമാണ് നടത്തുക. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കിയ ഒരവസ്ഥയാണുള്ളത്. എന്തായാലും ഇതിൽ സിംഗിൾ കറൻസിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുമ്പ് ഗദ്ദാഫിയാണ് യഥാർത്ഥത്തിൽ വളരെ കൂടുതൽ ശ്രമിച്ചത്. അദ്ദേഹം ഈ ആഫ്രിക്കൻ കറൻസി സ്വർണത്തിൻ്റെ ബാക്കിൽ 143 ടൺ സ്വർണവുമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചതായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഗതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഉണ്ടാക്കുക മാത്രമല്ല അവരുടെ പെട്രോള് ഡോളറിലല്ലാത്ത രീതിയിൽ വിൽക്കുക എന്നുള്ളതൊക്കെയായിരുന്നു കാരണം ഈ ഗദ്ദാഫിയെ അവിടുന്ന് തുരത്താനും ഗദ്ദാഫിയെ നശിപ്പിക്കാനും. അതിനുശേഷം ആ ഗദ്ദാഫി എന്നത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യർക്കും വീടും അതേപോലെ എല്ലാവർക്കും ആവശ്യമായ വിദ്യാഭ്യാസവും ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഈ വിദേശങ്ങളിലെ ഏത് വിദേശ യൂണിവേഴ്സിറ്റിയിലും എത്ര കണ്ട് പഠനം നടത്തണമെങ്കിലും അതിനു വേണ്ട മുഴുവൻ സാമ്പത്തികമായ സഹായവും ചെയ്തു കൊടുത്തിരുന്ന ഒരാളാണ് ഗദ്ദാഫി.
അതേ നേരെ മറിച്ച് അയാളെ ഈ ആഫ്രിക്കൻ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന വൃത്തികെട്ട ആ ഒബാമ, അതേപോലെ തന്നെ ഹിലരി ക്ലിൻ്റൺ ഒക്കെയാണ്. ഈ ഒബാമയാണ് അന്ന് ഈ US പ്രസിഡൻറ്റ്. അപ്പോൾ US പ്രസിഡൻറ്റ് ആഫ്രിക്കക്കാരനല്ല. ഏത് നല്ല മനുഷ്യൻ്റെ കൂട്ടത്തിൽ നിന്ന് വന്ന, ഇപ്പോൾ ആഫ്രിക്കക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആഫ്രിക്കക്കാരൊക്കെ യഥാർത്ഥത്തിൽ ഇവിടുന്ന് ഈ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ സ്ലേവുകളുടെ അല്ലെങ്കിൽ അടിമകളുടെ മക്കളുടെ മക്കളാണ്. അങ്ങനെ ഉണ്ടായ ഒബാമയാണ് യഥാർത്ഥത്തിൽ ഖദ്ദാഫിയെ കൊന്നത് എന്ന് നമ്മൾ ഓർക്കണം എന്നർത്ഥം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എത്ര നല്ല മനുഷ്യനായിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അയാൾ എത്ര നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ സ്വഭാവവും അതിൻ്റെ താല്പര്യവും ലോകത്തെ ഒന്നായിട്ട് കീഴടക്കുക, അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ആഫ്രിക്ക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് സ്വപ്നത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരാഗ്രഹമെങ്കിലും 1731 ആഫ്രിക്കയിലെ ഉന്നത വിദഗ്ധരായ അല്ലെങ്കിൽ വിദ്യാഭ്യാസവും നേതൃത്വ പാഠമുള്ള കുറേ ആൾക്കാരൊന്നായിട്ട് കൂടി എന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആഫ്രിക്ക എന്ന് പറയുന്നത് അനേകം തരത്തിലുള്ള എത്നിക് ഗ്രൂപ്പുകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നൈജീരിയ പറയാം. നൈജീരിയയിൽ 700ഓളം എത്നിക് ഗ്രൂപ്പുകളുണ്ട്, ചെറിയ ചെറിയ ജാതികൾ, ഗോത്രങ്ങൾ എന്നൊക്കെ. അതിൽ 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ തമ്മിലാണ് അന്യോന്യം അടവഴക്കുള്ളത്. എന്താ ബയാഫ്ര എന്നും മറ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ആഫ്രിക്കൻ യൂണിയൻ എന്ന ഒരു സാധനം 1963 ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ആഫ്രിക്കൻ യൂണിയൻ അത് ആഫ്രിക്കയുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശാന്തിയോ സമാധാനമോ അല്ലെങ്കിൽ സമ്പത്തോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ ഇതൊന്നുമല്ല ശ്രദ്ധിക്കുന്നതെന്നർത്ഥം. അതിനു വേണ്ടിയിട്ടില്ല, അവർ വെറുതെ കൂടുന്നു. അതിനു വേണ്ടിയുള്ള 75% ഫണ്ട് കൊടുക്കുന്നത് ഈ യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ അവരുടെ കോളനൈസിങ് രാജ്യങ്ങളാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ ഫണ്ട് കിട്ടിയാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കറിയാം. എന്തായാലും ഈ ആഫ്രിക്കയുടെ ഇൻട്രസ്റ്റ് എന്നത് രണ്ടാമത് തിരിച്ച് ഒരു ലിബറേഷൻ, ആഫ്രിക്കയുടെ ലിബറേഷൻ, വിമോചനം നടക്കാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരുന്നു എന്നാണ് നമുക്ക് പറയാവുന്നത്. എന്തായാലും ടാഗോറെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി കൊളോണിയൽ സ്റ്റാൻഡുണ്ട്, സ്ട്രോങ് ആൻറ്റി കൊളോണിയൽ സ്റ്റാൻഡ്. മാത്രമല്ല അദ്ദേഹം അങ്ങനെ വേണ്ടാത്ത, സാധാരണ ഈ ആൻറ്റി കൊളോണിയൽ സ്റ്റാൻഡ് എല്ലാ ആഫ്രിക്കൻ കൗശലക്കാരായ ലീഡർമാരും പറയണതാണ്. പക്ഷേ ഈ ട്രാവറെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെ കാര്യങ്ങൾ പറയാറില്ല, കാര്യങ്ങൾ ചെയ്യാറേ ഉള്ളൂ. പിന്നെ മാത്രമല്ല അതിനുള്ള തെളിവാണ് അദ്ദേഹം ഫ്രഞ്ച് ട്രൂപ്സിനെ അവിടുന്ന് ഒഴിവാക്കി, അതേപോലെ അമേരിക്കൻ ട്രൂപ്പിനെ അവിടുന്ന് ഒഴിവാക്കി, അതേപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ പട്ടിണി ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല സ്വന്തമായിട്ട് ഈ എക്സ്ട്രാവഗൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ആഡംബരപൂർവമായ ജീവിതം അദ്ദേഹം തീരെ ശ്രമിക്കുന്നില്ല, അത് നടത്തുന്നില്ല. സാധാരണക്കാരനെ പോലെ, സാധാരണ അദ്ദേഹം മിലിറ്ററിയിലെ പഴയ പോലെ സാധാരണ മിലിറ്ററിക്കാരനെ പോലെ തന്നെ ജീവിക്കുന്നു എന്നുള്ള. അതേപോലെ ഇപ്പോൾ അവിടെ തന്നെ ഇൻഡസ്ട്രിയുടെ ഒരു ബൂമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൊമാറ്റോ പ്രോസസ്സിങ്
പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ EV കാറുകൾ ഇപ്പോൾ അവരുണ്ടാക്കാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റൈൽ വ്യവസായം ഉണ്ടാക്കാൻ ഇപ്പോൾ അവിടെയുള്ള പോലീസുകാർക്കും സ്റ്റുഡൻസിനും മിലിറ്ററിക്കും ക്ലർക്സിനടക്കം അവിടെ തന്നെ ഉള്ള പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യത്ത് ജനങ്ങൾക്ക് ജോലിയും അതേപോലെ തന്നെ ആ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും അവർ സ്വന്തം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക്, സെൽഫ് റിലയൻസിലേക്ക്, സ്വാശ്രയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ എന്തായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ ടവർ നടത്തുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഗാന്ധിജിയുടെ വിഷൻ എങ്ങനെയായിരുന്നു. ഗാന്ധിജി എങ്ങനെയാണ് ബ്രിട്ടൻ്റെ മില്ലുകളല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ഇവിടെയുള്ള ഖാദി രണ്ടാമത് റിവൈവ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ സ്വയം നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുക, അതുവഴി സ്വയം ജീവിക്കാനും സ്വയം ജോലി ചെയ്യാനും, ജോലിയും അതേപോലെ തന്നെ കൂലിയും, അതേപോലെ നമ്മൾ വസ്ത്രങ്ങൾ സ്വയം ഉണ്ടാക്കുക, അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുക എന്ന ഒരവസ്ഥയിലേക്ക് ആഫ്രിക്കയും മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ ഇബ്രാഹിം ട്രോറയുടെ ഈ പുതിയ ആഫ്രിക്കയുടെ അവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ആഫ്രിക്ക ഉയർത്തി എഴുന്നേൽക്കാൻ പോകുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുകയാണെങ്കിൽ യാതൊരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, ആഫ്രിക്ക എന്നത് ലോകത്തിൽ തന്നെ ആദ്യമായി ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നമ്മൾ കണ്ട സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങൾ നിലനിർത്തുന്ന സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ഒരു വിളനിലമായി, അത് വികസിക്കുന്ന ഒരു പ്രദേശമായി നമ്മളെക്കാളിലും മുമ്പേ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും മുമ്പേ ആവാനും അവർ കൂടുതൽ നന്നായിട്ട് അവർ പുതിയ ട്രാക്കിലേക്ക് സമ്പന്നതയുടെയും അഭിവൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും ഒരു ട്രാക്കിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്ന കുട്ടികളൊക്കെ തന്നെ, അതായത് ഒരു 10-20 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ലോകത്തെ ഈ രാഷ്ട്രീയത്തിലുള്ള വീക്ഷണം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ചൈന എന്തായാലും ഉയർന്ന നിലവാരത്തിലേക്ക് പൊങ്ങി. ഇതേപോലെ ഒരു ദ്രുതഗതിയിൽ വളരെ പെട്ടെന്ന് ഈ ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പരമാവധി പട്ടിണി മാറ്റുന്ന അഭിവൃദ്ധിയിലേക്കും ജീവിത സൗകര്യങ്ങളിലേക്കും എല്ലാവരുമാണ്. അതായത് ഇപ്പം നമ്മളെപ്പോലെ തന്നെ കുറച്ച് പേരല്ല. ഇപ്പം നമ്മളെ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞത് വളരെ തുച്ഛം ആൾക്കാരുടെ കയ്യിലാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം സമ്പത്തും എന്നാ പറയുന്നത്. അങ്ങനെ അല്ലാത്ത എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ, ഗാന്ധിജി പറഞ്ഞത് ഓർക്കുക, എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് പ്രകൃതി ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ ആർത്തി പൂർത്തീകരിക്കാനുള്ളത് ഇവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കിയാൽ ആർത്തി പൂർത്തീകരണമല്ല ആവശ്യം എന്നും, അവശ്യ വസ്തുക്കളെ എല്ലാവർക്കും വിതരണം ചെയ്യുക, അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നാണെന്നും, ആ മഹത്തായ ലക്ഷ്യത്തിലേക്ക് ആഫ്രിക്ക വളരെ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്നും, ഇന്നിപ്പോൾ ഈ 1731 പേരുടെ ആ പെറ്റീഷൻ വളരെ ചെറുതാണെങ്കിൽ പോലും അത് ഒരു പുതിയ കാലത്തിൻ്റെ മണിമുഴക്കമാണെന്നും പറയാതെ വയ്യ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.